സ്വർഗത്തിലെ ദൈവത്തിന് സർവമഹത്വവും ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് ഇങ്ങനെ തന്നതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും നമുക്ക് അർപ്പിക്കാം. ജീവനും ജീവിതവും എന്ന പരമ്പരയിലെ സെഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം ക്രിസ്തീയ ധാർമ്മിക ജീവിതത്തിന്റെ മർമ്മം എന്നുള്ളതാണ്. ഏതൊരു വിഷയത്തിനും ഒരു മർമ്മം ഉണ്ടാകാം. ആ മർമ്മം ഗ്രഹിച്ചാല് കാര്യങ്ങള് എളുപ്പമായി. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിനും ഒരു മർമ്മമാണ് ഇന്ന് നമ്മൾ ലോകത്തിലുള്ള മറ്റ് സമൂഹങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ലോകത്തിലുള്ള മറ്റ് മതങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ക്രിസ്തീയ ധാർമ്മികത എന്ന് നമുക്കറിയാം. അത് ഏറ്റവും ശ്രേഷ്ഠമാണ്, അത് ഏറ്റവും ഉന്നതമാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്തു വിശ്വാസിയുടെ ധാർമ്മിക ജീവിതം അത് എങ്ങനെയുള്ളത് എന്നുള്ളത് അവന്റെ ക്രിസ്തീയ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനമാണെന്നുള്ളതും നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ക്രിസ്തീയ ധാർമ്മികതയ്ക്ക് ഒരു മർമ്മമുണ്ടെങ്കിൽ അത് നമ്മൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം വളരെ കുറച്ചുകൂടി എളുപ്പമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മളോടൊന്ന് സംസാരിക്കുന്ന അവസരം സാറിനാണ്. അത് സാറിന് എല്ലാവിധ ദൈവകൃപയും ലഭിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് ഈ മീറ്റിംഗിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ മീറ്റിംഗിന്റെ നമുക്ക് ഉള്ള വിഷയം ക്രിസ്തീയ ധാർമ്മിക ജീവിതത്തിന്റെ മർമ്മം എന്നാണെന്ന് പലവട്ടം പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലായി കാണും. എന്താണ് ഈ മർമ്മം എന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ് ക്രിസ്തീയ ധാർമ്മിക ജീവിതത്തിന്റെ മർമ്മം? എന്താണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ വന്നത്? എന്താണ് അതിന്റെ മർമ്മം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? രഹസ്യം. വാട്ട് ഈസ് എ സീക്രട്ട് ഓഫ് ക്രിസ്ത്യൻ മൊറാലിറ്റി? ക്രിസ്തീയ ധാർമ്മികതയുടെ രഹസ്യം എന്താണ്? അതിനെ ഫലപ്രദമാക്കി തീർക്കുന്ന കാര്യം എന്താണ്? അതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ ഒരു പ്രസ്താവന ഞാൻ കേട്ടിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം പ്രയാസകരമാണ് എന്ന് ഒരിക്കലും പറയരുത്. അത് പ്രയാസകരമല്ല, അത് അസാധ്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിരിക്കുന്ന ഒരു ജീവിതമാണ്. ദൈവത്തിന് മാത്രമേ അത് നമ്മൾ സാധ്യമാക്കി തീർക്കാനായിട്ട് കഴിയൂ. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ പ്രകൃത്യാതീതമായ ഇടപെടൽ കൂടാതെ ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയില്ല. അതാണ് ക്രിസ്തീയ ജീവിതം. അപ്പൊ എന്താണ് ഇതിന്റെ മർമ്മം എന്ന് ചോദിച്ചാല്, മനുഷ്യനാൽ അസാധ്യമായത് ദൈവം കൃപയാൽ നമ്മിൽ ചെയ്യുന്നു. മനുഷ്യനാൽ അസാധ്യമായ കാര്യം ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിവർത്തിക്കുന്നതിനാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് അത് സാധിക്കുക? നമുക്കറിയാം ക്രിസ്തീയ ധാർമ്മികതയുടെ സവിശേഷത. സാധാരണ ആളുകൾ ക്രിസ്തീയ ധാർമ്മികതയെ പറ്റി പറയുമ്പോൾ അത് വളരെ കുലീനമായ ഒരു കാര്യമാണ്. ശത്രുവിനെ പകയ്ക്ക എന്ന് പറഞ്ഞെടുത്ത് ശത്രുവിനെ സ്നേഹിക്കുക എന്നും, പ്രതികാരം ചെയ്യരുത് എന്ന് മാത്രമല്ല, നിന്റെ ഒരു ചെകിട്ട് തടിച്ചാൽ മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കാനുള്ള മഹാമനസ്കത, നിന്റെ പുതപ്പെടുക്കുന്നവന് നിന്റെ കുപ്പായം കൂടി എടുക്കാനുള്ള ആ ഔദാര്യ മനസ്ഥിതി, ഇങ്ങനെയുള്ള ഏറ്റവും മഹാമനസ്കതയുള്ള കുലീനത്വമുള്ള ഒരു ധാർമ്മിക നിലവാരമാണ്, അനുശാസനങ്ങളാണ് ക്രിസ്തീയത നൽകുന്നതെന്ന് ആർക്കും നിഷേധിക്കാനായിട്ട് കഴിയില്ല. അത് വളരെ കുലീനമാണ് അതിന്റെ അനുശാസനങ്ങൾ. അതുകൊണ്ട് അത് പ്രത്യേകതയുള്ളതാണ്, സവിശേഷമാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു സവിശേഷത ഈ പറയുന്ന നിലവാരം അനുസരിച്ച് ജീവിക്കാനുള്ള പ്രാപ്തി അത് ദൈവം തരുന്നു, കൃപയാല് തരുന്നു. അതാണ് ക്രിസ്തീയ ധാർമ്മിക ജീവിതത്തെ മനോഹരമാക്കി സാധ്യമാക്കി തീർക്കുന്ന കാര്യം. അല്ലാതെ ഉയർന്ന ഒരു നിലവാരം വെച്ചിട്ട് അത് അസാധ്യമാണെങ്കിൽ അതൊരു വ്യാമോഹം മാത്രമല്ലേ ആവുള്ളൂ. എന്നാൽ ദൈവം ഉന്നതമായിരിക്കുന്ന ഒരു നിലവാരം നമ്മൾ ഇന്ന് ആവശ്യപ്പെടുമ്പോൾ
അത് അങ്ങനെ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന പ്രാപ്തി കൂടെ ദൈവം തരുന്നു എന്നതാണ് ക്രിസ്തീയ ധാർമ്മികതയെ അത് കുലീനമാക്കി സവിശേഷമാക്കി തീർക്കുന്നത്. ഇതിനാധാരമായിട്ട് റോമാലേഖനം 8-ാം അധ്യായമാണ് ഞാൻ എൻ്റെ പഠനത്തിന് ആധാരമായിട്ട് എടുത്തിരിക്കുന്നത്. അത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കേണ്ടതാണെങ്കിലും അതിൻ്റെ 3-4 വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഈ വാക്യം നമുക്ക് സുപരിചിതമാണ്. 7-ാം അധ്യായത്തിലെ പൗലോസ് അപ്പോസ്തലൻ, റോമാലേഖനം 7-ാം അധ്യായത്തിലെ പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. ആ പ്രശ്നം ദൈവവചനം പരിചയമുള്ളവർക്കെല്ലാം അറിയാമായിരിക്കും. ആ പ്രശ്നം ഇതാണ്: ദൈവത്തിന്റെ ന്യായപ്രമാണം നിഷ്കർഷിക്കുന്ന അതിശ്രേഷ്ഠമായ ജീവിതം, അത് വളരെ കുലീനമായ ഒരു ജീവിതമാണ്. പക്ഷെ ആ ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതെങ്ങനെ മനുഷ്യന് കഴിയുന്നില്ല? അതെങ്ങനെ കഴിയും? ആചാരാനുഷ്ഠാനങ്ങൾക്കോ മതനിഷ്ഠകൾക്കോ ശിക്ഷാ നിയമങ്ങൾക്കോ ഈ ന്യായപ്രമാണം അനുശാസിക്കുന്ന കുലീനമായിരിക്കുന്ന ഒരു ജീവിത നിലവാരത്തിൽ ഒരാൾക്ക് ജീവിക്കാൻ ഈ സംവിധാനങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല. അവസാന പുസ്തകം പറയാണ്, ഈ മരണകരമായ ശരീരത്തിൽ നിന്നും പാപത്തിന്റെ ദാസനായി ഞാൻ വിൽക്കപ്പെട്ടവനാണ്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. നന്മ ഇച്ഛിക്കാനും ആഗ്രഹിക്കാനും കഴിയും, ഉയർന്ന ചിന്താഗതികളൊക്കെ സ്വപ്നം കാണാൻ കഴിയും. പക്ഷെ എനിക്കത് കഴിയുന്നില്ലല്ലോ. ഞാനൊരു ബലഹീനനാണ്, ഞാനൊരു ദാസനായി അടിമയായി പോയിരിക്കുന്നു. എന്നെ ആർ വിടുവിക്കും? എനിക്ക് എവിടെ മോചനം കിട്ടും? അതിന് ഉത്തരമാണ്, ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് റോമാലേഖനം 8-ാം അധ്യായം. 8-ാം അധ്യായത്തിൽ അതുകൊണ്ട് പറയുകയാണ്, ഒരുപക്ഷെ പൗലോസിന്റെ ആ ചോദ്യം പഴയ നിയമത്തിലെ നിയമാനുഷ്ഠാനത്തിന് പ്രാധാന്യം കൽപ്പിച്ച് ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ച സകല ഭക്തന്മാരുടെയും ചോദ്യമാണ്. എങ്ങനെ ദൈവത്തിന്റെ ഈ ന്യായപ്രമാണം, അതിന്റെ കുലീനമായ ഈ ന്യായപ്രമാണം എങ്ങനെ എനിക്ക് അനുസരിക്കാനായിട്ട് കഴിയും? ഞാൻ അതിന്റെ മുമ്പിൽ പരാജയപ്പെടുകയാണല്ലോ. നീതിമാനായി ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപികളായി തീർന്നിരിക്കുകയാണല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ എങ്ങനെ എനിക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് കഴിയുമെന്ന ചോദ്യം. ഉത്തരമാണ് പൗലോസ് പറയുന്നത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ, ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല, നിയമത്തിന് കഴിഞ്ഞില്ല, അത് സാധിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ പാപനിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തെ ശിക്ഷ വിധിച്ചു എന്ന് മാത്രമല്ല, ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ദൈവത്തിന്റെ നിയമം എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിച്ചത്, ആവശ്യപ്പെട്ടത്, ആ നിലവാരത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തിപ്പെടുത്തുന്നു എന്നാണ് ഈ വേദഭാഗം. ആ പ്രാപ്തിപ്പെടുത്തൽ എങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവാണ് ക്രിസ്തീയ ധാർമ്മികത, കുലീനമായ ക്രിസ്തീയ ധാർമ്മിക നിലവാരത്തിൽ ജീവിക്കുവാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ദൈവത്തിന്റെ രഹസ്യം. എന്താണ് ക്രിസ്തീയ ധാർമ്മിക ജീവിതത്തിന്റെ മർമ്മം എന്ന് ചോദിച്ചാൽ, രഹസ്യം എന്ന് ചോദിച്ചാൽ, ഒരു ഉത്തരമുണ്ട്: യേശു ക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. അതാണ് ക്രിസ്തീയ ധാർമ്മിക ജീവിതത്തെ സാധ്യമാക്കി തീർക്കുന്ന കാര്യം. ചുരുക്കത്തിൽ, ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കുവാൻ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ മാത്രമേ കഴിയൂ, മറ്റൊന്നുകൊണ്ട് സാധിക്കില്ല. നമ്മൾ ഈ 10 കൽപ്പനകളുടെ വിശദമായ പഠനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം, 10 കൽപ്പനകളെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ അത് യേശുക്രിസ്തു ജീവിച്ച ആ ജീവിത നിലവാരത്തിൽ ജീവിക്കാനുള്ള ഒരു ആഹ്വാനമാണ്. ആ ആഹ്വാനം എങ്ങനെ സാധിക്കും, നമുക്കെങ്ങനെ അത് കഴിയുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും ബൈബിൾ തരുന്നുണ്ട്: ദൈവത്തിന്റെ ആത്മാവിനാൽ അത് കഴിയും. ദൈവാത്മാവില്ലാത്തവർക്ക് ക്രിസ്തു വിഭാവനം ചെയ്ത ആ ധാർമ്മികതയുടെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയരാനായിട്ട് ഒരിക്കലും കഴിയില്ല.
ഞാൻ 4 പ്രസ്താവനകളായിട്ട് ഈ ആത്മീയ സത്യത്തെ ഒന്ന് വിശദമാക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, ക്രിസ്തു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ധാർമ്മിക നിലവാരം ഏറ്റവും ഉയർന്നതാണ്. അപ്പൊ നല്ലവരായിട്ട് ജീവിക്കുക എന്നതാണല്ലോ എല്ലാ മനുഷ്യരെയും, സുബോധമുള്ള മനുഷ്യത്വമുള്ള എല്ലാവരുടെയും ആഗ്രഹം അതാണ്. നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക, മോഷ്ടിക്കരുത്, ആരെ ഉപദ്രവിക്കരുത്, പറ്റുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക. ലോകത്തിൽ മനസാക്ഷിയുള്ള എല്ലാവരും ഒരാൾ പറയുന്നതും പ്രസംഗിക്കുകയും ചെയ്യുന്നതും ഒക്കെ അങ്ങനെ എല്ലാവരും ജീവിച്ചാൽ സമൂഹം നന്നാവും, ലോകം നന്നാവും എന്നാണ്. അപ്പം അതുകൊണ്ട് ഒരു ആരും ചിലരിങ്ങനെ പറയുന്നു, ആരും ഉപദ്രവിച്ചില്ലേലും ഉപകാരം ചെയ്തില്ലേലും ഉപദ്രവിക്കുകയെങ്കിലും ചെയ്യാതെ ജീവിക്കുക. അപ്പൊ നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞത് അങ്ങനെയുള്ള ഒരു താരതമ്യേന മെച്ചപ്പെട്ട ഒരു ജീവിതം ജീവിക്കുക എന്നതല്ല കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. കർത്താവിന്റെ പല പ്രസ്താവനകളും, കർത്താവ് മാത്രമല്ല, ന്യായപ്രമാണത്തിന്റെ ആദ്യം നോക്കിയാൽ നമുക്കറിയാം, ഒരുവിധം നന്നായിട്ട് മെച്ചപ്പെട്ടവരായിട്ട് താരതമ്യേന മെച്ചപ്പെട്ട ഒരു ജീവിതം ജീവിക്കുക എന്നുള്ള ഒരു നിലവാരമല്ല ക്രിസ്തു ചെയ്ത്. ക്രിസ്തു അതിന് സൂപ്പർലാറ്റീവിലാണ്, ഏറ്റവും ഉന്നതമായതാണ് കർത്താവ് ഡിമാൻഡ് ചെയ്ത്, പഴയതും ഡിമാൻഡ് ചെയ്തത്. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോട് നിങ്ങൾ പറയേണ്ടതെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അപ്പം ദൈവജനത്തിന്റെ വിശുദ്ധിയുടെ നിലവാരം എവിടെയാ? ദൈവത്തിന്റെ വിശുദ്ധിയാണ്. അത് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശുദ്ധനാണ്. കുറച്ചുകൂടെ മനോഹരമായിട്ട് അത് ചിത്രീകരിച്ച് അബ്രഹാമിന് ദൈവം കൊടുക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ന്യായപ്രമാണം നൽകുന്നതിന് മുമ്പേ പറഞ്ഞതാ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. അബ്രഹാമിനോട് പറയുന്ന വാഗ്ദത്തം കണ്ടോ? എന്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കുക. തമീം എന്ന ഹെബ്രായ വാക്കിന് ബ്ലെയിംലെസ്, പെർഫെക്റ്റ്, ഡിഫക്ട്ലെസ് എന്നൊക്കെ അർത്ഥം. ഒരു യാഗമൃഗത്തെ കൊണ്ടുവരുമ്പോൾ തമീമായിരിക്കണം, കുറ്റമറ്റതായിരിക്കണം, ബ്ലെയിംലെസ് ആയിരിക്കണം, ഒരു ദോഷവുമുള്ളതായിരിക്കരുത്. ആ നിലവാരം അബ്രഹാമിനോട് പറഞ്ഞു. എന്റെ മുമ്പാകെയാണ് നീ നടക്കാൻ പോകുന്നത്, എന്റെ മുമ്പിൽ കുറ്റമറ്റവനായിട്ട് നടന്നോണം. അതാർക്ക് കഴിയും? യേശു ക്രിസ്തു പറഞ്ഞ പ്രസ്താവന നമ്മൾ ശ്രദ്ധിച്ചതാണ്. മത്തായി മലയിലെ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞപ്പോൾ ഒരുവിധം നന്നായി ജീവിക്കാനല്ല പറഞ്ഞത്. 5:48 വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കും. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞ അതേ പ്രസ്താവനയുടെ ഒരു പുതിയ നിയമവർഷം. സ്വർഗത്തിലെ പിതാവ് എങ്ങനെ, സ്വർഗീയ പിതാവ് പാപം ചെയ്യാത്ത പോലെ പാപം ചെയ്തെന്നല്ല, അങ്ങനെ ഒരു നെഗറ്റീവ് കാര്യമേ ഇല്ല. സ്വർഗീയ പിതാവിന്റെ പാപം എന്ന് പറഞ്ഞത് ഒരു ദൈവദൂഷണമാവും എന്ന് പറഞ്ഞാല്, അതൊരു പോസിറ്റീവായിട്ട് സൽഗുണപൂർണത, ദൈവത്തിന്റെ സൽഗുണപൂർണതയാണ് നിങ്ങളുടെ നിലവാരം. അതാ കർത്താവ് പറഞ്ഞത്. അതാരാ ജീവിച്ചത്? അതാണ് ക്രിസ്തു ജീവിച്ചത്. ചുരുക്കത്തിൽ യേശു ക്രിസ്തു ജീവിച്ച ജീവിതം ജീവിക്കുക, അതിൽ കുറഞ്ഞതൊന്നും ക്രിസ്തീയ ധാർമ്മികത അല്ല. അപ്പൊ ഇത്ര ഉയർന്ന ഒരു തലമാണ്, ഒരു നിലവാരമാണ് യേശു ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെട്ടത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ആരെ കൊണ്ട് കഴിയുമെന്ന്. ആളുകൾ ചോദിക്കില്ല, ഞാനതിന് യേശുക്രിസ്തു ഒന്നും അല്ല, അത്ര നന്നായിട്ടൊന്നും ജീവിക്കാനായിട്ട് ഇവിടെ ആർക്കാ കഴിയുക? മനുഷ്യരല്ലേ, കുറച്ച് പാപമൊക്കെ ഉണ്ടാകും, ഇവിടെ ആരാ ഇത്ര നല്ലവരായിട്ട് നമ്മുടെ ഇടയിൽ നിങ്ങളുടെ ഇടയിലൊക്കെ ഉള്ളത്? ഇങ്ങനെയൊക്കെയല്ലേ ആളുകൾ ചോദിക്കുന്നത്. അത് ചോദിക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു എന്താ? നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി എന്ന് പറഞ്ഞാൽ അവർ വെറും കള്ളന്മാരും മോഷ്ടാക്കളും ആയിരുന്നു അല്ലായിരുന്നു. അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും മാന്യമായിട്ട് ജീവിച്ച ആളുകളാണ്. ചുങ്കക്കാരും വേശ്യകളും ഒന്നും ജീവിച്ചതുപോലെയല്ല, മാന്യന്മാരായിരുന്നു. പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥന കേട്ടാൽ തന്നെ നമുക്കറിയാലോ. ആ പരീശൻ പറയുന്നുണ്ട്, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, സകലത്തിന് പതാരം കൊടുക്കുന്നു. ഈ ചുങ്കക്കാരനെ പോലെ അല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് തിന്മകളില്ലാത്ത ഒരാളാണ്, ദൈവഭക്തനായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ കർത്താവ് പറഞ്ഞ വാക്ക്, അവൻ നീതീകരിക്കപ്പെടാത്തവനായിട്ട് ഇരുന്നപ്പോൾ ആ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായിട്ടെന്ന് കർത്താവ് പറയുകയും ചെയ്യുന്നത് നമുക്കറിയാം. അതൊരു അത്ഭുതമാണ്. അവിടെ നമുക്കറിയാം കർത്താവ് പറയുന്ന വാക്ക്, ആ കഴിയുന്നില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ കടക്കുകയിലാണ്. സ്വർഗരാജ്യത്തിലെ ചെറിയവനാവുന്നല്ല, സ്വർഗത്തിലേക്ക് ഞാൻ കടക്കണമെങ്കിൽ, ദൈവരാജ്യത്തിലേക്ക് നീ കടക്കണമെങ്കിൽ, അതിൽ മെമ്പർ ആകണമെങ്കിൽ നിന്റെ നീതി പരീശന്റെ നീതിയെക്കാളും വലുതായിരിക്കണം, ഈ ലോകത്തിലെ നീതിമാന്മാരുടെ നീതിയെക്കാളും വലുതായിരിക്കണം.
അതിനെ താഴ്ത്തി വെക്കാനാ പലപ്പോഴും ആളുകൾ ശ്രമിക്കുന്നത്. സാധിക്കല്ലോ. ഇപ്പം ഹൈ ജമ്പ് ചാടുന്ന ആളുകള് അതിന്റെ ഏറ്റവും ക്രോസ് ബാർ ഏറ്റവും ഉയർത്തി വെച്ചാൽ എത്ര പേർക്ക് ചാടാൻ കഴിയും? വലിയ ആളുകൾക്ക്, വലിയ ചാട്ടക്കാർക്ക് മാത്രമേ ചാടാൻ കഴിയുള്ളൂ. എന്നാൽ എല്ലാവർക്കും ചാടാൻ വേണ്ടിയിട്ട് ആ ക്രോസ് ബാർ താത്തി 1 അടിയോ 2 അടിയോ 50 സെന്റിമീറ്ററോ പൊക്കി വെച്ചാൽ എല്ലാവരും ചാടും അല്ലേ? ഓ, ഇത്രയും ചാടിയാൽ മതി. നമ്മള് മാർക്കൊക്കെ റെഡ്യൂസ് ചെയ്ത് ചിലർക്കൊക്കെ കൊടുക്കുന്ന പോലെ, എല്ലാവർക്കും ജയിക്കാനായിട്ട് 60 വേണമെങ്കിൽ ചിലർക്ക് 40 മതി എന്നൊക്കെ പറഞ്ഞ പോലെ ആ ക്രോസ് ബാർ അങ്ങ് താത്തി വെച്ചാൽ മതി. കർത്താവ് ക്രോസ് ബാർ താത്തി വെച്ചിട്ട് അനുശാസനത്തിന്റെ നിലവാരം കുറച്ചിട്ട് എല്ലാവരെയും വിശദീകരിക്കുകയല്ല ചെയ്തത്. അനുശാസനം കുറയ്ക്കാൻ പറ്റില്ല. സ്വർഗീയ പിതാവിന്റെ നിലവാരം, യേശു ക്രിസ്തു ജീവിച്ച നിലവാരം, ആ ക്രിസ്തുവിന്റെ കാഴ്ചയോട് പിൻപറ്റേണ്ടതിന് നമ്മെ വിളിച്ചിരിക്കുന്നു. എന്റെ അനുകാരികളാകുവിൻ, എന്നെ അനുഗമിക്കുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ ലോകത്തിലെ മനുഷ്യരുടെ ധാർമ്മിക നിലവാരമല്ല യേശു ക്രിസ്തുവിന്റെ ധാർമ്മിക നിലവാരം. ഒരു അർത്ഥത്തിൽ അത് അളവിലും തരത്തിലും വ്യത്യസ്തമാണ്. അളവിലും തരത്തിലും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് മറ്റുള്ളവരെ താരതമ്യം ചെയ്ത് പറയാം. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളുടെ നടപ്പ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകണം, ലോകത്തിൽ നിങ്ങൾ മാതൃകയായിട്ട് ജീവിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ സത്യസന്ധനായിരിക്കുന്നത് മറ്റുള്ളവർക്ക് കൂടെ, എല്ലാവരും ആകണം. എന്നാൽ അവരെക്കാൾ സത്യസന്ധനായിരിക്കണം, അവരെക്കാൾ സ്നേഹിക്കുന്നവരായിരിക്കണം. ഈ ലോക മനുഷ്യരെക്കാൾ ഔദാര്യം ഞാൻ കാണിക്കേണ്ടതല്ലേ? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നല്ലോ, നിങ്ങളുടെ സ്നേഹം അതിനേക്കാൾ വലുതായിരിക്കണം. അപ്പൊ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ദൈവ പൈതലിന്റെ സ്നേഹം ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ ധാർമ്മിക നിലവാരത്തെക്കാളും ഉയർന്ന ഒരു നിലവാരത്തിൽ ഒരു ദൈവ പൈതൽ ജീവിക്കണം. അതൊരു സത്യമാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും നമ്മൾ മാതൃകയായിട്ട് മഹാത്മാഗാന്ധിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥിതി, അത്രയും പോലും വിശുദ്ധിയോ അത്രയും പോലും മഹാമനസ്കതയോ ഒന്നും സത്യസന്ധതയോ ഒന്നും നമ്മൾ ആർക്കും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവരുടെ മുമ്പിൽ ലജ്ജിക്കുകയാണ് സത്യത്തില് വേണ്ടത്. കാരണം അളവിൽ അവരെക്കാളും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കർത്താവ് തരുന്നുണ്ട്. എന്നാൽ മറ്റൊരു വശം തരത്തിലും വ്യത്യാസമാണ്. നോട്ട് ഓൺലി ഇൻ ക്വാണ്ടിറ്റി ബട്ട് ഓൾസോ ഇൻ ക്വാളിറ്റി. ക്രിസ്ത്യൻ മൊറാലിറ്റി ഈസ് സുപ്പീരിയർ ഓർ യുണീക്ക് ദാൻ ദ വേൾഡ്ലി മൊറാലിറ്റി. കാരണം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മനസ്സിലാക്കാത്ത തരത്തിലുള്ള, അവർക്ക് തിരിയാത്ത തരത്തിലുള്ള ഒരു ധാർമ്മികതയുണ്ട്. ലോക മനുഷ്യർക്ക് അത് മനസ്സിലാകുക വരെയില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ സ്നേഹം ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു എന്ന് കർത്താവ് പറഞ്ഞു. സത്യത്തിൽ അതിന്റെ പുതുമ എന്താ? ഈ ലോകത്തിലെ ബോധമുള്ള മഹാന്മാരായിരിക്കുന്ന ആളുകളെല്ലാം സ്നേഹിക്കാൻ പഠിപ്പിച്ചില്ലേ? യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന് എന്താ ഇത്ര പുതുമ? അവരൊക്കെ സ്നേഹിച്ചു, മനുഷ്യർക്ക് വേണ്ടി ജീവനെ കൊടുത്ത എത്ര പേര് ദൈവവിശ്വാസം ഇല്ലാത്തവരും ക്രിസ്ത്യാനികളും അല്ലാത്തവർക്ക് എത്രയോ ആളുകളുണ്ട്. അതൊക്കെ സ്നേഹമല്ലേ? അവരൊക്കെ സ്നേഹിക്കാൻ പറഞ്ഞില്ലേ? പക്ഷെ ഞാൻ നിങ്ങൾക്ക് പുതിയ കൽപ്പന തരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ പുതുമ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സവിശേഷതയാണ്. ലോകത്തിലെ ആളുകൾക്ക് സ്നേഹിക്കാൻ കഴിയും, മഹാമനസ്കതയോടെ സ്നേഹിക്കുന്ന, ത്യാഗപൂർണ്ണം സ്നേഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ സവിശേഷമാക്കുന്നത് അതിന്റെ ത്യാഗമല്ല, അതിലുപരി അത് ക്രിസ്തു മരിച്ചതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ച എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിലുണ്ട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മരിച്ചവര്. പക്ഷെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ സവിശേഷമാക്കുന്നത് ക്രിസ്തു ത്യാഗം ചെയ്തത് വഴി, സ്നേഹിച്ചത് വഴി എനിക്ക് എന്ത് കിട്ടി എന്നാണ്. യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നുണ്ട്. തന്നെ വിശ്വസിക്കുന്ന ഏവനും, ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകി. യേശുവിന്റെ സ്നേഹത്തെ നിസ്തുല്യമാക്കുന്നത് ആ സ്നേഹം സ്നേഹിക്കുന്നവർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യും. ഒരു ദരിദ്രനെ സമ്പന്നനാക്കാൻ സ്നേഹിക്കാൻ കഴിയും. ഒരു അറിവില്ലാത്തവനെ അറിവുള്ളവനാക്കി തീർക്കാൻ സ്നേഹിക്കുന്നവരാണ് അധ്യാപകന്മാർ. രോഗിയെ ആരോഗ്യവാന്മാരായി തീർക്കാൻ വേണ്ടി ത്യാഗബുദ്ധിയോടെ അധ്വാനിക്കുന്നവരാണ് ഡോക്ടർമാർ. ഒരു രാജ്യത്തെ സാമ്പത്തിക ഉന്നമനത്തിലേക്ക് വരുത്താൻ വേണ്ടി ആത്മാർത്ഥ അധ്വാനിക്കുന്നവരാണ് രാജ്യത്തിന്റെ നേതാക്കൾ. അതൊക്കെ സ്നേഹമാണ്. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം അതിൽ നിന്നൊക്കെ തരത്തിൽ വ്യത്യസ്തമായ ഒരു നരകയോഗ്യനായിരിക്കുന്ന, ശിക്ഷായോഗ്യനായിരിക്കുന്ന പാപിക്ക് സ്വർഗരാജ്യം, നിത്യജീവൻ കൊടുക്കുന്ന ഒരു സ്നേഹം. അത് ക്രിസ്തുവിന് മാത്രം അങ്ങനെ സ്നേഹിക്കാൻ കഴിയും. അത് ലോകത്തിന് മനസ്സിലാവുകയില്ല. അതെന്താന്ന് ആളുകൾ ചിന്തിക്കും. അത് ലോകത്തിന് മനസ്സിലാവില്ല. ദൈവവേദനോടും പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾക്ക് അങ്ങനെ സ്നേഹിക്കാമെന്ന്. ആ സ്നേഹത്തിൽ നമുക്കൊരു പങ്കുണ്ട്. പൗലോസ് അപ്പോസ്തലൻ നമുക്ക് നോക്കിയാൽ സാധാരണ ഗതിയിൽ അങ്ങ് പറഞ്ഞാൽ ഒരു സ്കൂൾ സ്ഥാപിച്ചില്ല, ഒരു ആശുപത്രി സ്ഥാപിച്ചില്ല, അങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളൊന്നും അത്രയൊന്നും ചെയ്തില്ല. കുറച്ച് സാമൂഹിക സേവനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ദരിദ്രരെ സഹായിക്കാൻ, ക്രിസ്ത്യാനികൾ കൊടുക്കാനോ കൊടുത്തെങ്കിലും. പക്ഷെ പൗലോസ് എങ്ങനെയാ സ്നേഹിച്ചത്? ഞാനും നിങ്ങളും നിത്യജീവൻ അവകാശികളാക്കാൻ വേണ്ടി തന്റെ ശുശ്രൂഷ, താൻ എഴുതിയ ലേഖനങ്ങൾ, താൻ ചെയ്ത കഷ്ടപ്പാട്,
മിഷണറിമാർ എങ്ങനെയാ സ്നേഹിച്ചത്? സാമൂഹ്യ സേവനങ്ങളൊക്കെ എല്ലാവരെ പോലെ അവർ ചെയ്തിട്ടുണ്ട്, അത് സ്നേഹമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നിത്യജീവൻ നൽകുന്ന ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ജീവൻ ഹോമിച്ചവർ, ത്യാഗം സഹിച്ചവർ, കഷ്ടപ്പെട്ടവർ, അതാണ് ആ പുതുമ. അത് ലോകത്തിന് മനസ്സിലാകാത്തൊരു സ്നേഹം. ലോകം കളിയാക്കുകയും ചെയ്യും അത് കേൾക്കുമ്പോ. ഇവർക്ക് എന്താണെന്ന് ചോദിക്കും, ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് പറയുന്നത് ഇവർക്ക് ആശുപത്രി നടത്തിയ പോരെ, പള്ളി പണിതാ പോരെ, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ സ്കൂളുകൾ പണിതാ പോരെ, എന്തിനാ ഇവർ ഈ സുവിശേഷം പറയുന്നതെന്ന് ചോദിച്ചാൽ അതൊരു നിസ്തുല്യ സ്നേഹമാണ്. അത് നിത്യതയോളം നിലനിൽക്കുന്ന ഒരു മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയാണ്. മറ്റത് മരണത്തിലേക്ക് എത്ര കൊടുത്താലും മരിച്ചു പോകുന്ന ഈ ലോകത്തിന്റെ സ്നേഹമാണ്. ക്രിസ്തുവിന്റെ സ്നേഹം വേറൊരു തരം സ്നേഹമാണ്. ക്രിസ്തുവിന്റെ നീതി വേറൊരു തരം നീതിയാണ്. ക്രിസ്തുവിന്റെ ഔദാര്യം ക്രിസ്തുവിന്റെ ത്യാഗത്തിന് വേറൊരു തലമുണ്ട്. അത് ക്രിസ്തീയ ധാർമ്മികതയിലെ ഒരു സവിശേഷതയാണ്. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. യേശുക്രിസ്തു നമ്മൾ ഇന്ന് ആവശ്യപ്പെട്ട ധാർമ്മിക നിലവാരം വളരെ ഉയർന്നതാണ് എന്ന് പറയുമ്പോൾ അത് അളവിലും തരത്തിലും വ്യത്യസ്തമായ ഒരു ജീവിത നിലവാരമാണ് ക്രിസ്തു നമ്മളിൽ നിന്നും ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. അത് സ്വർഗീയ പിതാവിന്റെ നിലവാരമാണ്. അതൊരാത്മീയമായിരിക്കുന്ന ഒരു നിലവാരമാണ്. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തുവിന്റെ ഈ ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് മാത്രമേ കഴിയൂ. നമുക്കറിയാലോ, വലിയ കാര്യങ്ങൾ ചെയ്യാൻ വലിയ പ്രാപ്തിയും ബലവും ആവശ്യമാണ്. ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ അതിനനുസൃതമായൊരു പ്രാപ്തി ഇല്ലാതെ കഴിയല. കർത്താവ് പറഞ്ഞില്ലേ, ധനവാൻ സ്വർഗരാജ്യത്തെ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചു. അതൊരു ശരിയാ, ആർക്ക് കഴിയും? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു അസാധ്യതയാണ്. ഈ ധനവാൻ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുക എന്ന് പറഞ്ഞാൽ ഒരു പഴഞ്ചൊല്ലാണ്. ഫലത്തിൽ അസാധ്യം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതെങ്ങനെ കഴിയുമെന്ന് ചോദിച്ചപ്പോ കർത്താവിന്റെ ഉത്തരം എന്താണ്? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യം. കർത്താവിന്റെ ജനനത്തെ പറ്റി മറിയോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞപ്പോൾ മറിയ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ കഴിയും, എങ്ങനെ സംഭവിക്കും? ഉത്തരം എന്താ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ദൈവത്തിന്റെ ശക്തി, അത്യുന്നത ശക്തി നിഴലിടും, നിന്നിന്ന് പിറക്കുന്നവൻ വലിയവനായിരിക്കും. ദൈവത്തിന്റെ നിലവാരം, ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ, ആ തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന്റെ ശക്തിയാൽ മാത്രമേ കഴിയുള്ളൂ. നിയമത്തിന് അനുശാസിക്കാനേ കഴിയുള്ളൂ. തെറ്റല്ല, നിയമം വിശുദ്ധമാണ്. നിയമം പറയുന്ന പഴയ നിയമത്തിലെ കൽപ്പനകളുടെയും എല്ലാ കൽപ്പനകളുടെയും യഥാർത്ഥ അർത്ഥം നമ്മൾ തിരഞ്ഞെടുത്താൽ അതിലൊക്കെ മൂല്യങ്ങൾ ശ്രേഷ്ഠമാണ്. ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ കാലാനുസൃതം അവർ പറഞ്ഞിരിക്കുന്നത്. അതിന് പുരോഗമനാത്മകത ഉണ്ടെന്നുള്ള സത്യമാണെങ്കിലും അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ ആ നിലവാരത്തെ ജീവിപ്പിക്കാൻ ഈ നിയമത്തിന് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലെന്നാ പഴയ നിയമം തന്നെ പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞ വാക്കെന്താണ്? കർത്താവ് പറഞ്ഞല്ലോ, ജഡത്താലുള്ള ബലഹീനത നിമിത്തം. ജഡത്താലുള്ള ബലഹീനത, ജഡം എന്ന് പറഞ്ഞാൽ വെറും ഈ ശരീരത്തിന്റെ കാര്യം അല്ല. അതായത് നമുക്ക് വന്നു ഭവിച്ചു പോയതായിരിക്കുന്ന വീഴ്ചയുടെ, പാപത്തിന്റെ, അടിമത്വത്തിന്റെ ബലഹീനത. ആദാമിൽ വീണുപോയവരാണ് നമ്മൾ. ഇച്ഛിച്ചാലും ചെയ്യാതെ വണ്ണം നമ്മൾ അടിമകളായിപ്പോയി. തിന്മയ്ക്ക്, സ്വാർത്ഥതയ്ക്കും, അസൂയയ്ക്കും, കോപത്തിനും, ദേഷ്യത്തിനും, ദൈവവിരോധത്തിനും ഒക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ അടിമകളായിപ്പോയി. നമ്മൾ എത്ര നന്നാകാൻ ശ്രമിച്ചാലും അത് കുറച്ചൊക്കെ നന്നാകാൻ മേലെന്നല്ല, നന്നാക്കാനുള്ള വഴികൾ, മനസാക്ഷി നിയമങ്ങളും രാജ്യത്തിന്റെ നിയമങ്ങൾ കഴിയുമെങ്കിലും ആ നിലവാരത്തിലേക്ക് എത്തിക്കാൻ ആർക്കും കഴിയാതെ നമ്മളെല്ലാവരും ബലഹീനരായിപ്പോയി. ആഗ്രഹിക്കാൻ കഴിയും, ചെയ്യാൻ കഴിയല. ആ ജഡത്താലുള്ള ആ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ. എന്താ ന്യായപ്രമാണം? ഈ പ്രമാണം നൽകിയിട്ട് പറയാണ്, ഇത് അനുസരിക്കണം. അവർ പലതും ചെയ്തു, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഇത് പഠിപ്പിക്കാനുള്ള വഴികൾ ന്യായപ്രമാണം ചെയ്തു വെച്ചു. ഉപദേശിക്കാനുള്ള വഴി, സമൂഹത്തില് പരസ്പരം കൂടി വന്ന് പ്രോത്സാഹിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കി വെച്ചു. ഇനി ലംഘിച്ചാൽ ശിക്ഷാവിധികൾ. ഈ കൽപ്പന ലംഘിച്ചാൽ ഇന്ന ശിക്ഷ. നമ്മൾ ഈ ലോകത്തിലുള്ള ഇന്നത്തെ നിയമങ്ങളും അങ്ങനെയല്ലേ? അതനുസരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശിക്ഷകൾ, അല്ലാതെ വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അനുസരിപ്പിക്കാനുള്ള ശിക്ഷാവിധികളും കോടതികളും ജയിലുകളും പോലീസും പട്ടാളവും ഒക്കെ ഉള്ളതുപോലെ തന്നെ ന്യായപ്രമാണം ഒരു വലിയ സംവിധാനമാണ്. മനുഷ്യരെ നിയന്ത്രിച്ചു നിർത്താനുള്ള, നന്മ ചെയ്യിപ്പിക്കാനുള്ള സംവിധാനമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം മനുഷ്യന് ആ പ്രതീക്ഷിക്കുന്ന ജീവിതം ജീവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോഴാണ് ദൈവവചനം പറയുന്നത്, അത് സാധിപ്പാൻ യേശുക്രിസ്തു ലോകത്തിൽ വന്നു. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാൻ പോവുകയാണ്.
നമ്മൾ പുതിയ ഉടമ്പടിയെ പറ്റി പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. എന്താണ് ആ പുതിയ ഉടമ്പടി എന്നറിയോ? ആ പുതിയ ഉടമ്പടി ന്യായപ്രമാണത്തിന്റെ അനുശാസനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത മനുഷ്യർ, എല്ലാവരും അങ്ങനെയാണ്, കഴിയാത്ത മനുഷ്യരെ അതിന് പ്രാപ്തനാക്കാൻ ദൈവം അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഇവർക്ക് നൽകാനായിട്ട് പോവുകയാണ് എന്നാണ് പുതിയ ഉടമ്പടി പഴയ നിയമത്തിൽ പറഞ്ഞത്. എഹെസ്കേലിന്റെ പ്രവചനം 11:19, അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ചാചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായൊരു ഹൃദയം അവർക്ക് കൊടുക്കും. ഞാൻ അവർക്കൊരു പുതിയ ആത്മാവിനെ കൊടുക്കാൻ പോവാണ്. ഈ നമ്മൾക്ക് മനുഷ്യര് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ ആത്മാവല്ല, ഒരു പുതിയ ആത്മാവ് ഞാൻ അവർക്ക് കൊടുക്കും. എഹെസ്കേൽ 36 പറഞ്ഞു, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അപ്പൊ കർത്താവ് പറയുന്നത്, എൻ്റെ ആത്മാവ് വരുമ്പോഴും നിങ്ങൾ എങ്ങനെയും ജീവിക്കാമെന്നൊന്നും അല്ല പറയുന്നത്. നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ഞാൻ എല്ലാ പാപവും അങ്ങ് ക്ഷമിച്ചേക്കാം, ഞാൻ നിങ്ങളുടെ പാപമൊക്കെ ക്ഷമിച്ചേക്കാം, സാരമില്ലെന്ന് വെച്ചേക്കാം. സാരമില്ലെന്ന് വെക്കാം എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം ഒരിക്കലും സാരമില്ലെന്ന് വെക്കുന്നയാളല്ല. ദൈവം വെച്ച നിലവാരം താഴ്ത്തി രക്ഷിക്കുകയുമല്ല. ആ നിലവാരത്തിൽ താഴ്ത്തി ആർക്കും ദൈവരാജ്യത്തിൽ കിടക്കാൻ കഴിയില്ല. കാരണം അത് ദൈവരാജ്യത്തിന്റെ ജീവിത രീതിയാണ് നമ്മളോട് ഈ പറഞ്ഞിരിക്കുന്ന ആ ക്രിസ്തുവിന്റെ ജീവിതം. അത് താഴ്ത്തിയിട്ട് ദൈവരാജ്യത്തിന്റെ നിലവാരം താഴ്ത്താൻ പറ്റുമോ? ദൈവരാജ്യം ആ നിലവാരം. പക്ഷെ അങ്ങോട്ട് കടക്കണമെങ്കിൽ അത് കഴിയാത്തവരെ കൊണ്ട് ആ ജീവിതം ജീവിപ്പിക്കാൻ പ്രാപ്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ തരാം എന്നാണ് കർത്താവ് പഴയ നിയമത്തിൽ പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ തരാം, ദൈവത്തിന്റെ ആത്മാവിനെ തരാം. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന് 32-33 വാക്യം, കർത്താവായ യേശുക്രിസ്തു വന്ന് ഈ പരിശുദ്ധാത്മാവ്, പഴയ നിയമത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിയാകുമ്പോഴേ അവിടുത്തെ പാപപരിഹാരം, മരണം, അവിടുത്തെ പുനരുത്ഥാനം, അവിടുത്തെ സ്വർഗാരോഹണം, അതുവഴി ഈ കർത്താവ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് വാങ്ങി തന്നിരിക്കുന്നു എന്നാണ് പത്രോസ് അപ്പോസ്തലന്റെ ആദ്യത്തെ പ്രസംഗത്തില് പത്രോസ് ഊന്നി പറഞ്ഞത്. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. കണ്ടോ, ആലങ്കാരികമായിട്ട് പറയാം, പിതാവിന്റെ അടുക്കിലേക്ക് കർത്താവ് ചെന്നിട്ട് പരിശുദ്ധാത്മാവിനെ തരാൻ പറഞ്ഞു. എന്തിനാ പരിശുദ്ധാത്മാവിനെ തരുന്നേ? അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഞാൻ പുതിയ ഉടമ്പടി കാലത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ കൊടുക്കുമെന്ന് പറഞ്ഞു. മനുഷ്യരെ ദൈവത്തിന്റെ അനുശാസനങ്ങൾക്കനുസരിച്ച ഉയർന്ന ധാർമ്മിക ജീവിതം, യഥാർത്ഥമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ പ്രാപ്തപ്പെടുത്തുന്ന ആ പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇതാ തരണമെന്ന് പറഞ്ഞു. പിതാവിനോട് വാങ്ങി നമുക്കിത് അയച്ചു തന്നു. എന്നിട്ട് പത്രോസ് പിന്നെയും പറഞ്ഞു, അത് അവർക്ക് മാത്രമല്ല, ഈ വാഗ്ദത്വം ആർക്കുള്ളതാണ്? ഈ വാഗ്ദത്വം കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ഗലാത്യ ലേഖനം 3:14 വാക്യം കൂടി ഞാൻ വായിക്കാം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ. അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹമാണ്. നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും. ആ രാജ്യത്തെ പറ്റി, ആ ദേശത്തെ പറ്റി, ആ സ്വീകാര്യത്തെ പറ്റി അനുഗ്രഹം സകല ജാതികൾക്കും വരാൻ ആത്മാവാണ് വാഗ്ദത്തം ചെയ്ത ആത്മാവൻ. ആ ആത്മാവിനെ വിശ്വാസത്താൽ നമുക്കിന്ന് പ്രാപിക്കാനായിട്ട് കഴിയും. ഒരു കാര്യം കൂടി ഞാൻ പറയാം. കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ വിജയിയായിട്ട് നടത്തിയ ആ ആത്മാവ്, അത് പരിശുദ്ധാത്മാവാണ്. ആലോചിച്ച് നോക്കിയേ, കർത്താവ് ജനിച്ചത് പരിശുദ്ധാത്മാവിനല്ലേ? കർത്താവ് 12 വയസ്സുള്ള സമയത്ത് കർത്താവിന് വളർച്ചയെ പറ്റി പറഞ്ഞ ആത്മാവിൽ ബലപ്പെട്ടു എന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവാണ് അവനെ ബലപ്പെടുത്തിയത്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്ന് പറഞ്ഞല്ലേ കർത്താവ് പ്രസംഗിച്ചത്. ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ, ഞാൻ ദൈവത്തിന്റെ ആത്മാവിനെ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയ്ക്ക് വന്നിരിക്കുന്നു എന്നല്ലേ പറഞ്ഞേ. കർത്താവിന്റെ പ്രവൃത്തികൾ ആത്മാവിന്റെ പ്രവൃത്തികളായിരുന്നു. കർത്താവിന്റെ മരണം പോലും എബ്രായലേഖനക്കാരൻ പറയാണ്, നിത്യാത്മാവിനാൽ അവൻ തന്നെത്താൻ അർപ്പിച്ചു എന്നാണ്. കർത്താവിന്റെ പുനരുത്ഥാനം ക്രിസ്തുയേശുവിനെ മരിച്ചു വരുന്ന ഉയർപ്പിച്ചവന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവാണ് ക്രിസ്തു എന്ന മനുഷ്യനെ ഈ ലോകത്തിൽ പാപത്തിന് ഏറ്റവും പിതാവിന്റെ സൽഗുണപൂർണതയുള്ള ആ ജീവിതം ജീവിക്കുവാൻ ക്രിസ്തുവിനെ പ്രാപ്തനാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതേ പരിശുദ്ധാത്മാവിനെ ദൈവം
നമുക്ക് തരും. റോമാലേഖനത്തിൽ പറഞ്ഞ വാക്യം അതല്ലേ, ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവുണ്ടെന്ന് പറഞ്ഞാൽ ക്രിസ്തു ഉള്ളത് തന്നെയാണ്. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചുവരുന്ന ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ. ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. എന്തിനാ ഈ ആത്മാവിനെ തന്നത്? ക്രിസ്തുവിനെ ജീവിപ്പിച്ച ആത്മാവ്. ആ ജീവിപ്പിച്ച ആത്മാവ് നമ്മെ ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാൻ പ്രാപ്തരാക്കും. ഇതാണ് പുതിയ നിയമത്തില് ക്രിസ്തീയ ധാർമ്മികതയുടെ മർമ്മം. ദൈവം നമുക്ക് കുറെ കൽപ്പന തരുവല്ല ചെയ്തത്. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളെ നിരാശപ്പെടുത്തി ആരെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്ന കാര്യമല്ല കർത്താവ് ചെയ്തത്. കർത്താവ് നമുക്ക് അതിശ്രേഷ്ഠമായിരിക്കുന്ന കൽപ്പന, നിയോഗവും ദൗത്യവും നമുക്ക് നൽകിയപ്പോൾ അത് ചെയ്യാൻ നിവർത്തിക്കാൻ ആവശ്യമായ ശക്തിയുടെ കർത്താവ് തന്നു. ബലം കർത്താവ് നമുക്ക് തന്നു. നമുക്കറിയാം, ഭൗതിക ജീവിതത്തിന്, ലൗകിക ജീവിതത്തിനുള്ള പല ശക്തികളും നമുക്ക് വേണ്ടേ? ഈ ലോകത്ത് ജീവിക്കാൻ, കൃഷി ചെയ്യാൻ, ജോലി ചെയ്യാൻ, മക്കളെ വളർത്താനൊക്കെ നമുക്ക് ശക്തി വേണ്ടേ? എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വേണം? അറിവ് വേണം, ജ്ഞാനം വേണം, ആരോഗ്യം വേണം, ബന്ധങ്ങൾ വേണം, ഒക്കെ ശക്തികൾ വേണം, പലതരത്തിലുള്ള ബലങ്ങൾ നമുക്ക് വേണം. എന്നാൽ ദൈവരാജ്യത്തിന്റെ നിലവാരത്തിലുള്ള ദൈവരാജ്യ ജീവിതം ജീവിക്കാൻ ആത്മശക്തി വേണം. സെന്റ് അഗസ്റ്റിന്റെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഗിവ് വാട്ട് യു കമാൻഡ് ആൻഡ് കമാൻഡ് വാട്ട് യു വിൽ. ദൈവമേ, അങ്ങ് കൽപ്പിക്കുന്നത് എനിക്ക് തരികയും എനിക്ക് തരുന്നത് എന്നോട് കൽപ്പിക്കുകയും ചെയ്യണമെന്ന്. ദൈവം നമുക്ക് ഇങ്ങോട്ട് കൽപ്പിച്ചിട്ട് ദൈവം തന്നില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. കാരണം ദൈവത്തിന്റെ കൽപ്പന ഏതാ? പിതാവിന്റെ സൽഗുണപൂർണ്ണത. എങ്ങനെ അത് കഴിയും? ഞാൻ നിനക്ക് എൻ്റെ ആത്മാവിനെ തരാം, ക്രിസ്തുവിനെ വിജയിപ്പിച്ച ആത്മാവിനെ തരാം. കർത്താവ് തരാത്തത് കർത്താവ് കൽപ്പിക്കുകയല്ല. ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും ദാനം ചെയ്തിട്ടാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനം, ഇന്ദ്രിയത്തോട് ഭക്തിയും, ഭക്തിയോട് സ്ഥിരതയും, സ്ഥിരതയോട് സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. തന്നിട്ട് പറയണം അല്ലെ? ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും പരിശുദ്ധാത്മാവ്, ദൈവവചനം, ദൈവസഭ, ദൈവത്തിന്റെ പ്രത്യാശ, അംഗീകാരം എല്ലാം ഇത് തന്നിട്ട് പറയാണ്, ഉത്സാഹിച്ചോളെ, അധ്വാനിച്ചോളെ. ഉയർന്ന നിലവാരം, ഉയർന്ന ശക്തി പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടാണ് ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ നമ്മോട് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടല്ലേ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നത്. മൂന്നാമത്തെ കാര്യം, വിശ്വാസത്താൽ ദൈവാത്മാവിനെ പ്രാപിക്കാത്തവർക്ക് ക്രിസ്തീയ ധാർമ്മികത അസാധ്യമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ സാധാരണ ഒരു ക്രിസ്തീയ ദൗത്യം എന്ന് പറഞ്ഞാൽ ധാർമ്മിക പ്രസംഗമല്ല, അതെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവരും നല്ലവരായിരിക്കണം, സത്യസന്ധരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം, തമ്മിൽ സ്നേഹിക്കണം. കുറച്ചുകൂടെ ധാർമ്മികന്മാരായി കഴിഞ്ഞാൽ രാജ്യങ്ങളുടെ അതിരുകൾക്ക് അപ്പുറത്തേക്ക് വരെ നീന്ത്, നമുക്ക് ശത്രുക്കളില്ല, എല്ലാ രാജ്യക്കാരും മിത്രങ്ങളാണ്, എല്ലാ മനുഷ്യന്മാർ. ഇതൊക്കെ ധാർമ്മിക പ്രസംഗങ്ങളാണ്. നമുക്ക് സ്നേഹിക്കാം, കരുതാം, ത്യാഗം ചെയ്യാം എന്നൊക്കെ പറയാം. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അതൊക്കെ ധാർമ്മിക പ്രസംഗമാണ്. പറയട്ടെ, നമുക്കും അത് പറയണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ നമ്മുടെ പ്രസംഗത്തിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, രക്ഷിക്കപ്പെടും, ദൈവം തന്റെ ആത്മാവിനെ നിനക്ക് തരും. എന്നിട്ടാണ് നമ്മൾ ഈ ധാർമ്മികത പ്രസംഗിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നില്ലെങ്കിൽ ക്രിസ്തു നടന്ന വഴിയെ നടക്കാൻ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ഗുണമില്ലെന്ന് ഞാൻ പറയുന്നില്ല, നല്ല കാര്യമല്ലേ. പക്ഷെ ആ നിലവാരത്തിലേക്ക് ഉയരണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാലേ കഴിയൂ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സഭകളിൽ പോലും നമ്മുടെ പ്രസംഗം കുടം കമത്തി വെച്ച് മേലെ വെള്ളം ഒഴിക്കുന്നത് പോലെ ആകുന്നതിന്റെ കാരണം ഈ കുടം ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം നിവർന്നിട്ടില്ല. രക്ഷിക്കപ്പെടാത്തവരോട് ക്രിസ്തുവിന്റെ ഉപദേശം പറഞ്ഞതുകൊണ്ട് പറഞ്ഞാൽ അവർ രക്ഷയിലേക്ക് നയിക്കാമെന്നല്ലാതെ രക്ഷിക്കപ്പെടുന്നിടത്തോളം കാര്യം അവർക്കത് മനസ്സിലാവില്ല. പൗലോസ് പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ഉപദേശം കേൾക്കാനായിട്ട് ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് അറിവാനെ ദൈവത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവാത്മാവ് ഉള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ വചനം പോലും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ക്രിസ്തീയ ആത്മീയത എന്ന് പറയുന്നത് ഈ വെറും ആത്മീയത എന്ന് പറഞ്ഞാൽ ആളുകൾ സാധാരണ മനസ്സിലാകുന്ന ശരീരവും ആത്മാവും. എല്ലാവർക്കും ശരീരം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്. അത് നമ്മുടെ ഭൗതിക ഭാഗത്തിനാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവിനെ സംബന്ധിച്ചത് എന്നാണ് ആളുകൾ പറയുന്നത്. എന്നാൽ ബൈബിളിൽ ആത്മീയത എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മീയതയാണ്.
പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിനാണ് ആത്മീയത എന്ന് പറയുന്നത്. ആ ആത്മാവ് മനുഷ്യന്റെ ആത്മാവല്ല, പരിശുദ്ധാത്മാവാണ്. ആത്മീയ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഉള്ളവെന്നാണ് അതിന്റെ അർത്ഥം. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഈസ് ഹോളി സ്പിരിച്വാലിറ്റി. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നതാണ്, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അതായത് ദൈവം, വീണ്ടും ജനനം ഒരു ദൈവിക സൂപ്പർ നാച്ചുറൽ ഇന്റർവെൻഷൻ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ഒരു അത്ഭുതമാണ്. അത് മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒരു കാര്യമല്ല. മനുഷ്യരെ ധാർമ്മികമായി നന്നാക്കാൻ മനുഷ്യർക്ക് കഴിയും, കൗൺസിലിംഗ് വഴിയോ ശിക്ഷണ രീതികൾ വഴിയോ ഒക്കെ ഒരളവോളം കഴിയും. പക്ഷെ വീണ്ടും ജന്മം എന്നുള്ളത് ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാനുള്ള പ്രാപ്തിപ്പെടുത്തലാണ്. അത് ക്രിസ്തുവിന്റെ ആത്മാവിനെ മാത്രമേ കഴിയുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിത ഹൃദയത്തിലേക്ക് വരാതെ അത് സാധിക്കുകയില്ല. പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ വാഗ്ദത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞ ആരാ? കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ്. അത് ലോകത്തിന്റെ ആത്മാവല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. കർത്താവിന്റെ നിലവാരത്തിൽ ജീവിക്കണമെങ്കിൽ കർത്താവിന്റെ ആത്മാവിന് കഴിയും. ഇനി ഒരു പ്രായോഗിക ചോദ്യം കൂടെ ഞാൻ ചോദിച്ച് അത് ചിന്തിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളിതൊക്കെ പറയും, ദൈവത്തിന്റെ ആത്മാവുള്ളവരല്ലേ നമ്മൾ, രക്ഷിക്കപ്പെട്ടവർക്കൊക്കെ ദൈവത്തിന്റെ ആത്മാവുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ആ ജീവിതം ജീവിക്കാൻ കഴിയാത്തത് എന്ന ചോദ്യം ന്യായമായി എല്ലാവരുടെയും മനസ്സിൽ വന്നു കാണുമല്ലോ. ഇത്ര ഉയർന്ന ഒരു നിലവാരമാണ് കർത്താവ് ആവശ്യപ്പെട്ട, സംശയമില്ല. അതിനെ താഴ്ത്തി കെട്ടുന്നത് നമ്മൾ ലോകത്തിന്റെ മൊറാലിറ്റിയിലേക്ക് താന്നു വരുന്നതാണ്. ദൈവത്തിന്റെ നിലവാരം ക്രോസ് ബാർ താഴ്ത്തി വെക്കരുത്. ആ നിലവാരത്തിൽ ജീവിക്കാൻ എങ്ങനെ കഴിയുമെന്ന് വെച്ചാൽ കർത്താവ് പറഞ്ഞു, എന്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരാം, ഞാൻ എന്നെ നടത്തിയ അതേ ആത്മാവിനെ തരാം. അപ്പൊ കഴിയും. ആത്മാവിനെയും കിട്ടിയിട്ടുണ്ട്, നിലവാരം അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തതെന്നൊരു ചോദ്യമില്ലേ? എന്തുകൊണ്ട് നമുക്ക് ഇനിയും കഴിയുന്നില്ല? വിശദമായി ചിന്തിക്കണമാണ്. ഇനി ചില കാര്യങ്ങൾ ഞാൻ പറയാം. അതാണ് കർത്താവ് പറഞ്ഞത്, എഫേസ്യ ലേഖനം 6:10 പറഞ്ഞത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ശക്തിപ്പെടൽ. പരിശുദ്ധാത്മാവുണ്ട്, ആ പരിശുദ്ധാത്മാവിൽ നാം ബലപ്പെടണം, ശക്തിപ്പെടണം. പരിശുദ്ധാത്മാവ് ശക്തിയാന്ന് നമുക്കറിയാം അല്ലെ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ തന്നെ പാർക്കാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ട് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിൽ അതിരോട് സാക്ഷികളാവും. പരിശുദ്ധാത്മാവ് വന്നിട്ട് ശക്തി ലഭിച്ചിട്ടുണ്ട്, പവർ ഓഫ് ഗാഡ്. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ദൈവത്തിന്റെ ശക്തി. ദൈവത്തിന്റെ ശക്തി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ആറ്റം ബോംബിന്റെ ശക്തിയോ അല്ലെങ്കിൽ ഭൂമികുലുക്കത്തിന്റെ ശക്തിയോ സുനാമിയുടെ ശക്തിയെ പോലെയല്ല. അത് ഈ ലോകത്തിലെ അതിശയകരമായിരിക്കുന്ന ശക്തികളാണ്. ഒരുപാട് ഫോഴ്സസ് ഉണ്ട്, ഈ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഒക്കെ. ഈ ഫോഴ്സസ് ഈ ലോകത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായി ദൈവം വെച്ചിരിക്കുന്ന രൂപകൽപ്പനയുള്ള ശക്തിയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കുന്ന പുതിയ ലോകം, ദൈവരാജ്യത്തിന്റെ ശക്തി എന്നുള്ളത് ഈ ഭൗതിക ലോകത്തിന്റെ ശക്തിയല്ല. അതിന് ഭൗതിക ലോകത്തിലെ സ്പിരിച്വൽ പവർ, ഫിസിക്കൽ പവർ, മെന്റൽ പവർ, അങ്ങനത്തെ ഒരു ശക്തിയല്ല. ഇതൊരു ആത്മശക്തിയാണ്. അത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ കിട്ടുന്ന ബലമാണ്. ലോകത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ലോകത്തിന്റെ ശക്തിപ്പെടുത്തൽ ആവശ്യമായിരിക്കുന്ന പോലെ ദൈവരാജ്യത്തിന് പ്രവൃത്തി ചെയ്യാൻ ദൈവാത്മാവിന്റെ ശക്തിപ്പെടുത്തൽ, ശാക്തീകരണം ആവശ്യമാണ്. എംപവർമെന്റ് എന്നൊരു വാക്ക് നമ്മൾ കേട്ടില്ല? എംപവർമെന്റ് എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ് എംപവർമെന്റ്. അത് വെറും ശരീരത്തിന് ആരോഗ്യം പോയാൽ മരുന്നോ ഭക്ഷണമോ കഴിച്ച് എംപവർ ചെയ്യണം. മനസ്സിന്റെ ആരോഗ്യം പോയി കഴിഞ്ഞാൽ കൗൺസിലിംഗ് വഴിയോ പോസിറ്റീവ് തിങ്കിങ് വഴിയോ വിദ്യാഭ്യാസം വഴിയോ ഒക്കെ എംപവർ ചെയ്യണം. അപ്പൊ അങ്ങനെ സോഷ്യൽ എംപവർമെന്റ് ഉണ്ട്, മെന്റൽ എംപവർമെന്റ് ഉണ്ട്, അങ്ങനെ പല എംപവർമെന്റ് ഇല്ലേ. ഇവിടെ പറഞ്ഞ എംപവർമെന്റ് ഒരു സ്പിരിച്വൽ എംപവർമെന്റ്. എഫേസ്യ ലേഖനത്തില് പൗലോസ് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച വാക്ക് കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്നാണ്. അമിത ബലം, ഈ എൻഡുനാമാവോ എന്ന വാക്കിന്റെ അർത്ഥം എംപവർ എന്നാണ്, ബി സ്ട്രോങ് എന്നാണ്. ആത്മാവുണ്ട്, ആത്മാവിൽ ശക്തിപ്പെടണം, ബലപ്പെടണം എന്നാണ്. ബൈബിളില് പുതിയ നിയമത്തിൽ ഒരുപാട് സ്ഥലത്ത് ശക്തി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പൗലോസ് പ്രസിദ്ധമായ വാക്കുണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും ശക്തനാകുന്നു. ആ സകലം എന്ന് പറഞ്ഞാൽ ഏതാ?
സകലതര ആത്മീയ പ്രവൃത്തികളെ പറ്റി പറയും. പൗലോസ് ഒരു ആത്മീയ ജോലിക്കാരനായിരുന്നല്ലോ. ആ ഉദ്യോഗത്തിന്റെ നിവൃത്തിക്ക് വേണ്ടിയുള്ള ശക്തിയെ പറ്റിയാണ് പറഞ്ഞത്. സുവിശേഷം പറയാനുള്ള ശക്തി, തളർന്നിരിക്കുന്നവരെ യഥാസ്ഥാനപ്പെടുത്താനുള്ള ശക്തി, ദൈവസത്യങ്ങൾ രേഖപ്പെടുത്തി വെക്കാനുള്ള ശക്തി, സഭകളെ എൻകറേജ് ചെയ്യാനുള്ള ശക്തി, അതൊക്കെ കഷ്ടങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി, അവസാനത്തോളം പിടിച്ചു നിൽക്കാനുള്ള ശക്തി. എംപവേർഡ്. പൗലോസ് പറയാണ്, എനിക്ക് ശക്തി ഉണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ ഈ ലോകത്തിന്റെ ശക്തികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. സാമ്പത്തിക ശക്തിയും മാനസിക ശക്തി, ആരോഗ്യ ശക്തിയെ പറ്റിയല്ല. അതൊക്കെ ആവശ്യമാണ് ഈ ലോകത്ത് ജീവിക്കാൻ. പക്ഷെ ഇവിടെ പറയുന്നത്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ദൈവരാജ്യത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ച എല്ലാ ജോലികളും പൂർത്തിയാക്കാൻ എനിക്ക് ശക്തിയുണ്ട്. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ശക്തിയാണ്. പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടണം. നമുക്കറിയാം ബൈബിളില് പരിശുദ്ധാത്മാവിനെ കെടുക്കരുതെന്നൊരു വാക്കുണ്ട് അല്ലെ. അതിന്റെ അർത്ഥം എന്താ? ആത്മാവ് ഒരു അഗ്നിയോട് അങ്ങ് താരതമ്യപ്പെടുത്തിയാലോ, തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക, ജ്വലിക്കുക. ഈ ജ്വലിക്കുന്നതിനെ കുറെ വെള്ളം ഒഴിച്ചാലോ കെട്ടുപോകും. അങ്ങനെ പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ആത്മാവിന്റെ മോട്ടിവേഷൻസിനെയും പ്രേരണകളെയും നിയന്ത്രണങ്ങളെയും ഉപദേശങ്ങളെയും ഒക്കെ തളർത്തിക്കളയാനായിട്ട്, അതിനെ കെടുത്തിക്കളയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവർ പ്രയോജനപ്പെടുമല്ലോ. ആത്മാവിൽ ബലപ്പെട്ട് ജീവിക്കല്ലോ. ആത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞു. ആത്മാവിന് ഇഷ്ടമുള്ളത് എതിരെ പോകുള്ളൂ. അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രയോജനമല്ലല്ലോ. അത് ആത്മാവിൽ ബലപ്പെട്ട മാർഗമല്ല. പിന്നെ ആത്മാവിനോട് മറത്തു നിൽക്കരുത്, എതിരെ പറയുക. ആത്മാവിനെ അതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. ഞാൻ നാല് കാര്യങ്ങൾ എംപവർമെന്റിന് സഹായമായിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം, ആത്മീയ പരിജ്ഞാനത്തിന് വളരുക. ഏറ്റവും വലിയ ഒരു സ്പിരിച്വൽ എംപവർമെന്റിന്റെ വഴിയാണ് ദൈവപരിജ്ഞാനം. അറിവ്, വെറും അറിവ്, ഇൻഫർമേഷൻ അല്ല, കൺവിക്ഷൻസ്, ബോധ്യങ്ങൾ. ഒരു ദൈവമുണ്ട് എന്നുള്ളത് ഒരു ഇൻഫർമേഷൻ ആയിട്ടുള്ളവർക്കുണ്ട്. ഉണ്ടായിരിക്കും, ഉണ്ടാകാൻ സാധ്യത എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ ഒരു ദൈവമുണ്ട് എന്നുള്ള കൺവിക്ഷൻ വന്നാലോ, അത് നമ്മുടെ ജീവിതത്തെ സമൂലം പരിവർത്തനം ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു നല്ല മനുഷ്യനാണെന്നൊക്കെ, അതുകൊണ്ട് ലോകരക്ഷിതാവാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്, ഇൻഫർമേഷൻ. പക്ഷെ ഈ യേശു ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി മരിച്ച് എന്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കിയ ജീവിക്കുന്ന കർത്താവാണെന്ന് ഒരാൾക്കൊരു ബോധ്യം വന്നാലോ, അവൻ തല ഒലിച്ചിട്ട് പറയും, കർത്താവെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങ് പറയുന്ന പോലെ ചെയ്യാന്ന് പറയും. ആ ഇൻഫർമേഷൻ ഹാസ് ബിക്കം എ കൺവിക്ഷൻ. ഒരു അറിവല്ല, അത് ബോധ്യങ്ങളായിട്ട് തീരണം. അതായത് ആ കാര്യങ്ങളെ, ദൈവവചനത്തിലെ പരിജ്ഞാനങ്ങളെ ബോധ്യങ്ങളായിട്ട് തീരുന്നതിനനുസരിച്ച് വി വിൽ ബി എംപവേർഡ്. ആരെങ്കിലും എംപവേർഡ് അല്ല, ആത്മാവിന് ബലമില്ലാതെ ക്രിസ്ത്യാനിയായിട്ട് ഇങ്ങനെ തളർന്നു നിർത്തി പാപങ്ങളൊക്കെ ചെയ്ത് പിന്നെ മാനസാന്തരപ്പെടും, പിന്നെയും ചെയ്യും, അത്ര അങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, അവന് കാര്യം തിരിഞ്ഞിട്ടില്ല, ശരിയായി മനസ്സിലാക്കിയിട്ടില്ല. ബേസിക് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ കാര്യങ്ങൾ പരിജ്ഞാനത്തില് വളർന്നിട്ടില്ല. ദൈവപരിജ്ഞാനത്തിന് വളരണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചത്, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ എന്നതെന്നും ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്വം, ദൈവത്തിന്റെ എത്ര വലിയ നിക്ഷേപമാണെന്ന് ഒക്കെ തിരിച്ചറിയേണ്ടതിന് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ ഒന്ന് തുറന്ന് നിന്നെ കാണേണ്ടതുപോലെ കാണുവാൻ, ഞാൻ ആരാണെന്ന് നിന്റെ വചനത്തിലൂടെ ഒന്ന് കണ്ടെത്തുവാൻ, എനിക്ക് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്ന യഥാർത്ഥ നിക്ഷേപം, ഭാവിയുടെ മഹത്വം എന്ന് തിരിച്ചറിയാൻ എനിക്ക് ആ ബോധം ഒന്ന് തരണമേ എന്ന് പറഞ്ഞ്, ആ ബോധം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആത്മാവിലുള്ള ആ ക്രിസ്തീയ ജീവിതത്തിന് നിലവാരം ഉയർന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ മണ്ണ് നോക്കി ഈ താൽക്കാലിക ലാഭങ്ങൾ നടക്കുകയല്ല. പരിജ്ഞാനമില്ലാത്തതിനാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. എംപവർമെന്റിന്റെ ഒന്നാമത്തെ വഴി ശരിയായ ദൈവവചന പഠനം, അതുവഴി നമ്മുടെ ക്രിസ്തീയ ബോധ്യങ്ങളിൽ വളരണം. 2, ആത്മീയമായ പ്രാഗൽഭ്യം ആർജിക്കുക. സ്കിൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ. നമുക്കൊരു കഴിവ് നൽകിയിട്ടുണ്ട്. ഇപ്പൊ പ്രസംഗിക്കാനുള്ളൊരു കഴിവുണ്ട്. അത് ബെറ്ററായി പ്രസംഗിക്കണമെങ്കിൽ, വളരെ ഫലപ്രദമായി പ്രസംഗിക്കണമെങ്കിൽ ആ കഴിവിനെ നമ്മൾ ജ്വലിപ്പിക്കട്ടെ. ആ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് പരിശീലിപ്പിച്ച് വളർത്തണ്ടേ. അതുപോലെ പ്രബോധിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതൊരു കഴിവാണ്. പക്ഷെ അതിനെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരണ്ടേ. അതിന് പരിശീലനം വേണം, ട്രെയിനിങ് വേണം. അങ്ങനെ സ്കിൽഡ് ആയിരിക്കുന്ന ആളുകളായിരുന്നു. പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ അധരം തുറക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ നിന്റെ വചനം പ്രസംഗിക്കണം. പറഞ്ഞാൽ പോരാ, അതിൽ പ്രാഗൽഭ്യം എന്ന് പറഞ്ഞാൽ പറയുന്നതിന്റെ മിടുക്കല്ല. ഈ പറയുന്ന കാര്യം കേൾക്കുന്നവർക്ക് മനസ്സിലായി അവരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവ പ്രവർത്തനമായിട്ട് തീരണം. അതിനായി ദൈവം ഉപയോഗിക്കണം. അതൊരു സ്കില്ല് കൂടിയാണ്.
അത് വളർന്നു വരേണ്ട ഒരു കാര്യം. പരിശീലനം വേണം, അതിന് കഷ്ടപ്പാട് വേണം. അതുകൊണ്ട് കർത്താവ് ജീവിച്ച ജീവിതം ജീവിക്കാനായിട്ട് ഒരു പരിശീലനം കൂടാതെ ജീവിക്കാൻ പറ്റുമെന്ന് പറയരുത്. അത് ഒരു പരിശീലനം ഉണ്ട് അതിനകത്ത്. പല അനുഭവങ്ങളിലൂടെയും ഒക്കെ കർത്താവ് ഈ പരിശീലനത്തിലൂടെ കൊണ്ടുവരുമ്പോൾ അതിന് വിധേയപ്പെടുന്നു. 3, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ക്രിസ്തീയ പ്രാർത്ഥന ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. ചിലരൊക്കെ പറയുന്ന പോലെ ആത്മാവിലുള്ള പ്രാർത്ഥനയും വേറെ തരം പ്രാർത്ഥനയൊന്നും ക്രിസ്ത്യാനിക്കില്ല. ക്രിസ്ത്യാനിക്കുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്നെ ദൈവപൈതലാണെന്ന് ആക്കി തീർക്കുന്നതും അതാണെന്നുള്ള ബോധ്യം തരുന്നതും. ആ ദൈവപൈതൽ അവരുടെ സ്വർഗീയ പിതാവിനുള്ള കമ്മ്യൂണിക്കേഷനാണ്. അത് പരിശുദ്ധാത്മാവില്ലാത്തവർക്ക് കമ്മ്യൂണിക്കേഷൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു ക്രിസ്തീയ പ്രാർത്ഥന ബൈ നേച്ചർ, ബൈ ഇൻ തിയറി, ഇറ്റ് ഇസ് എ പ്രയർ ഇൻ ദ സ്പിരിറ്റ്. കർത്താവിനോടുള്ള ആ സംഭാഷണം ആത്മാവിനെ കൂടാതെ, ദൈവത്തിന്റെ ആത്മാവില്ലാതെ ക്രിസ്തുവിന്റെ ആത്മാവില്ലാതെ ക്രിസ്തുവിനുള്ളവനല്ലല്ലോ, ദൈവത്തിനുള്ളവനല്ലല്ലോ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവുള്ളവൻ ദൈവവുമായിട്ടുള്ള സംസാരം, ആ പ്രാർത്ഥന നമ്മെ ശക്തിപ്പെടുത്തും. കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിച്ച സമയത്ത് ആ ശക്തി വന്ന് നമ്മൾ കണ്ടല്ലേ. ഒരുപക്ഷെ ഗത്സമനയിലാണ് കർത്താവ് ഏറ്റവും അസ്വസ്ഥനായിട്ട് നമ്മൾ കാണുന്നത്. അവന്റെ അസ്വസ്ഥത കൊണ്ട് അവന്റെ വിയർപ്പ് തുള്ളി രക്തത്തുള്ളി പോലെ ആയി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത്രമാത്രം എൻ്റെ ഉള്ളൊന്നൊന്ന് കലങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് കർത്താവ് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിക്കളയണമേ എന്ന് പറഞ്ഞ് തകർന്നിരിക്കുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ കാണുകയാണ്. അപ്പൊ അതിന്റെ ഉത്തരം എന്താണെന്നറിയോ? പ്രാർത്ഥന. ഒരു ദൈവദൂതൻ അവനെ ശക്തിപ്പെടുത്താനായിട്ട് കർത്താവ് അയച്ചു കൊടുത്തു. പിന്നെ യേശുവിനെ നമ്മൾ കാണുന്നത് വേറൊരാളായിട്ടാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഉറങ്ങി വിശ്രമിച്ചോളാൻ പറഞ്ഞു. കർത്താവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ശിഷ്യന്മാരൊക്കെ ചുറ്റും നിൽക്കുക, വാളെടുത്ത് വെട്ടാനൊക്കെ ആയിട്ട് പത്രോസ് നിൽക്കുക. കർത്താവ് പറഞ്ഞു, ഇടനെ ഇവരെന്തിനാ വരുന്നത്, ഇവരൊക്കെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ഇവരെല്ലാം പറഞ്ഞു വിട്ടരുന്നത്. അവർ പറഞ്ഞു പൊക്കോട്ടെ. അവരെല്ലാവരും ഓടിപ്പോയി. കാരണം അവർക്ക് ക്രിസ്തുവിന് മതിയല്ലോ. ക്രിസ്തു പോയാൽ പിന്നെ ആരും ഉണ്ടാവില്ലെന്നാണ് അവരും ഓർത്തത്. എവിടുന്നായി ധൈര്യം? നിന്നെ വിടാൻ എനിക്ക് അധികാരമുണ്ട്, നീ എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിച്ചപ്പോ കർത്താവ് എന്താ പറഞ്ഞു? എംപവേർഡ്, ശക്തി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിതാവിനോട് ചോദിച്ചാൽ 12 ദൂതന്മാരെ എനിക്ക് അയച്ചു തരികയില്ലാന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ. ഇതാരാ നിനക്ക് അധികാരം തന്നെന്ന് ചോദിച്ചു. മുകളിൽ നിന്ന്. എംപവർമെന്റ്, പ്രാർത്ഥനയിൽ ശക്തിപ്പെടണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു എംപവർമെന്റ് ആണ്, എംപവർമെന്റിന്റെ മെത്തഡോളജിയാണ് ആത്മീയ കൂട്ടായ്മ. മനുഷ്യർ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ബലം വരും. ഒറ്റയ്ക്ക് ഇരുന്നാൽ മടുത്തല്ല. ഒരു രാത്രി ഒരു വഴിക്ക് പോകണമെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് പോകാൻ പറ്റിയല്ല. ഞാനും കൂടെ വരാട എന്ന് പറഞ്ഞാല് നമുക്കൊരു ബലം വന്നില്ലേ. ഒരാള്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ, കുറച്ച് ആളുകളുണ്ടെങ്കിൽ ബലമായി. അതാണ് സഭയുടെ കൂട്ട്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസികളോട് പറയുന്നത്, രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവാത്മാവുള്ളവരാണ്, എന്നാൽ ക്രിസ്തീയ ജീവിതം, കർത്താവിന്റെ നിലവാരത്തിലുള്ള ജീവിതം ജീവിക്കണമെങ്കിൽ നമുക്കൊരു കൂട്ടായ്മ വേണം. നമ്മുടെ കൂടെ പ്രോത്സാഹിപ്പിക്കാൻ, കറക്റ്റ് ചെയ്യാൻ, തിരുത്താൻ, ധൈര്യപ്പെടുത്താൻ, മാതൃകയാകാൻ, പിന്നാലെ പോകാൻ, മുമ്പിൽ നടക്കുന്നവരൊക്കെ ആയിട്ട് നമുക്ക് ആള് വേണം. കർത്താവ് പോലും മനുഷ്യനായിട്ട് ജീവിച്ചപ്പോൾ പരസ്യശ്രോത തുടങ്ങിയപ്പോൾ കർത്താവ് 12 പേരെ കൂടെ എത്തിയെന്ന തന്നോട് കൂടെ ഇരിപ്പാൻ. എന്തിനാ അത്? കർത്താവ് എനിക്ക് പറഞ്ഞു, നിങ്ങളാണ് എൻ്റെ കഷ്ടങ്ങളിൽ എൻ്റെ കൂടെ ഇരുന്നു എന്ന് പറഞ്ഞു. അത് ഒരു മനുഷ്യനെന്നില്ല, കർത്താവിന് അവർ വേണമായിരുന്നു. പ്രാർത്ഥിക്കാൻ ഗത്സമനെ ഇപ്പൊ 3 അപ്പസ്വലന്മാരെ കൂടെ കൊണ്ടുപോയില്ലേ, പത്രോസിനെ, യാക്കോനെ, യോഹന്നാനെ. എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാൻ, ഞാൻ അസ്വസ്ഥനാണ്. നമുക്കും ആളുണ്ടെങ്കിൽ അവിടെ സമയം വേണ്ട, എനിക്ക് ബൈബിളും ഞാൻ സ്വന്തം ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞാൽ ആയിരിക്കും. പക്ഷെ അങ്ങനെ സ്വന്തം നിലയിൽ ക്രിസ്ത്യാനി ആയി പോയവരൊക്കെ വിജയിക്കാൻ മേലെ ഞാൻ പറയുന്നില്ല, പലരും പരാജയത്തിന്റെ പടുകുഴിയിലേക്കാണ് പോയത്. ട്രാൻസ്പെറന്റ് ആയ ആളുകളുടെ കൂട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഒരു സഭയില് ദൈവവചനം പഠിപ്പിക്കുന്ന നല്ല സഭ വേണം. അത് നമ്മളെ എംപവർ ചെയ്യും, ആത്മാവിൽ എംപവർ ചെയ്യും, ആത്മശക്തിയിൽ വരും. സഹോദരന്മാർ ഉത്തരവിച്ച് വസിക്കുന്ന ശുഭവും മനോഹരവുമാണ്. അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം തരുന്നത്, ആത്മശക്തി വരുന്നത് അവിടെയാണ്. ഒരു കാര്യം കൂടി, ഞാൻ 4 കാര്യം പറഞ്ഞു എംപവർമെന്റ് ചെയ്യാൻ. ഒന്ന്, ആത്മീയ പരിജ്ഞാനത്തിൽ വളരുക, ആത്മീയമായ പ്രാഗൽഭ്യം, പരിശീലനത്തിലൂടെ ഈ കാര്യങ്ങളൊക്കെ അഭ്യസിക്കുക, യഥാർത്ഥ അഭ്യാസം, ആത്മീയ കൂട്ടായ്മ നിലനിൽക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഇതൊക്കെ കഷ്ടതയുടെ ഒരു കാര്യമാണ്, എളുപ്പമാണെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ പരിശുദ്ധാത്മാവ് ഒന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് റോബോട്ടുകളാണ്. ദൈവം നമ്മുടെ ബുദ്ധിയെയും തീരുമാനശേഷിയെയും ചിന്താശക്തിയെയും ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളെ ഇങ്ങനെ വള്ളിയിട്ട് വിശുദ്ധരാക്കി ഇങ്ങനെ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ തീരുമാനശേഷിയും നമ്മുടെ വ്യക്തിത്വത്തിന്റെ എല്ലാ സാധ്യതകളെയും പൂർണ്ണമായി ഉപയോഗിച്ച് നമ്മൾ ചെയ്തു എന്ന് തന്നെ പറയിപ്പിക്കുമാറ് ദൈവം നമ്മളിലൂടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ ഒരു 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 പാവ കളിപ്പിക്കുന്ന പോലെ ദൈവം വിശുദ്ധി കളിപ്പിക്കുകയല്ല നമ്മളെ ചെയ്യുന്നത്. അതുകൊണ്ട്
ഈ ഉദ്യമത്തിൽ ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാനുള്ള ഉദ്യമം ഒരു കഷ്ടതയുടെ ഉദ്യമമാണ്. റോമാലേഖനത്തിൽ പറഞ്ഞു, അവനോട് തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാണത്രേ. എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നവൻ, എന്റെ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ, എന്നോട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ ക്രൂശെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. ലോകത്തിൽ എന്ത് പഠിക്കുന്നതിനും എന്റെ ക്രൂശില്ലേ? അതിന്റെ ത്യാഗമല്ലേ? യേശു ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാനായിട്ടുള്ള ക്രൂശ്, അതിനുള്ള ത്യാഗം, അതിനുള്ള കഷ്ടത, അനുസരണം, ദീർഘക്ഷമ, അധ്വാനം, കഷ്ടപ്പാട് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ലക്ഷ്യം എന്താ? ഇതൊക്കെ ഈ കഷ്ടങ്ങളിലും നമ്മൾ അവനോട് സദൃശന്മാരായിട്ട് തീരും. ഈ ത്യാഗങ്ങളിലൂടെ അവനോട് സദൃശന്മാരായിട്ട് തീരുകയാണ്. എഫെസ്യർ 6:10 പറഞ്ഞു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അവസാനിപ്പിക്കാം. ക്രിസ്തീയ ധാർമ്മിക ജീവിതത്തിന്റെ മർമ്മം ദൈവം നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവാണ്. ക്രിസ്തുവിനെ ജയോത്സവമായി നടത്തിയ ആത്മാവ്, അവനെ തേജസ്കരിച്ച് തേജസ്സിലേക്ക് നടത്തിയ അതേ പരിശുദ്ധാത്മാവിനെ ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ അവന്റെ ആത്മാവിനാൽ നമുക്കത് സാധിക്കും. അതിശ്രേഷ്ഠമായ ജീവിതം, അതിശയകരമായ ആത്മശക്തി, ദൈവപുത്രരോട് അനുരൂപരാകുക എന്നതാണ് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്ന ലക്ഷ്യമെങ്കിൽ ദൈവപുത്രന്റെ ആത്മാവിനെയാണ് നമുക്ക് അതിനു വേണ്ടി തന്നിരിക്കുന്നത്. അതിന് ദൈവം കൊടുത്ത വിലയാണ് കാൽവരിയിലെ ക്രൂശ്. നമ്മൾ ഓർക്കണം. ഈ ആത്മാവിനെ തരാൻ എന്തിനാ തന്നത്? അവൻ ജീവിച്ച ജീവിതം ജീവിക്കാൻ. അതിന്റെ പേരാണ് രക്ഷ. ക്രിസ്തു ജീവിക്കുന്നതിന്റെ പേരാണ് രക്ഷ. അതാണ് നിത്യജീവൻ. അത് നിത്യജീവിതമാണ്. അത് അനശ്വരമാണ്. അതാണ് ദൈവം നമ്മൾ ചെയ്തത്. നിങ്ങൾ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന് നാളോളം അതിനെ തികയ്ക്കും. പരിശുദ്ധാത്മാവ് എന്നിൽ നിങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീണ്ടും ജനിപ്പിച്ചു, നമ്മളെ വഴി നിർത്തുന്നു, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ തരുന്നു, നമ്മളെ ഉപദേശിക്കുന്നു, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ആത്മാവ് നമ്മുടെ ഉച്ചരിച്ചുകൂടാ നിരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിലനിന്നു. അവസാനം നമ്മെ ശക്തിപ്പെടുത്തുന്നു, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നു. അവസാനം ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ക്രിസ്തുവിന്റെ മഹത്വത്തിൽ, ആ സ്വർഗീയ ജീവിതത്തിന്റെ പൂർണ്ണതയിൽ എന്നെയും നിങ്ങളെയും കർത്താവ് കൊണ്ടുപോയി, ഈ ആത്മാവ് കൊണ്ടുപോയിരുത്തും. He is working in us. പാട്ടുകാരൻ പാടിയതുപോലെ, it took him just a week to make the sun and moon and Jupiter and stars and everything, but he is still working on us. ഈ ലോകം സൃഷ്ടിക്കാൻ ദൈവം 6 ദിവസം എടുത്തു. അതില്ലായ്മയും ദൈവം സൃഷ്ടിച്ചു. എന്നെയും നിങ്ങളെയും ദൈവപുത്രന്റെ സ്വരൂപത്തോടെ അനുരൂപരാക്കുവാൻ കർത്താവ് കൊടുത്ത വില എന്താണെന്നറിയോ? ദൈവപുത്രന്റെ വീണ്ടെടുപ്പയാകും. അത് മാത്രമല്ല, ഇന്നും he is still working on us. എന്നിലും നിങ്ങളിലും ആ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തെസ്സലോനിക്കയിൽ പറഞ്ഞതുപോലെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്തിൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അവന്റെ മഹത്വം, ആ തേജസ്, അത് സ്വഭാവത്തിന്റെ തേജസ്സാണ്, അത് അറിവിന്റെ തേജസ്സാണ്, അത് ശ്രേഷ്ഠ ബന്ധങ്ങളുടെ സ്നേഹത്തിന്റെ തേജസ്സാണ്. തേജസ് എന്ന് പറഞ്ഞാൽ ആ ഘനം, ആ ഗാംഭീര്യമാണ്. ആ മഹത്വത്തിലേക്ക് അവനോട് കൂടെ ഇരുത്താൻ അതിനാണ് നമ്മളെ വിളിച്ചത്. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, പൂർത്തീകരിക്കുന്ന, ഗ്യാരണ്ടീഡ് ആയിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി. ഈ ജീവിതം സത്യത്തിൽ എന്നാണത് യഥാർത്ഥത്തിൽ പൂർത്തിയാക്കുന്നതെന്നറിയുമോ? ഇവിടെ നമ്മൾ അതിലേക്ക് പ്രവേശിച്ച് നമ്മുടെ വിശുദ്ധീകരണത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതം അതിന്റെ യഥാർത്ഥ പൂർണ്ണതയിൽ ജീവിക്കുന്നത് ദൈവരാജ്യത്തിന്റെ പ്രത്യക്ഷതയിലാണ്. അന്ന് നമ്മൾ ക്രിസ്തു ജീവിതം ജീവിക്കും, പൂർണ്ണതയിൽ ജീവിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് ഈ പ്രത്യാശയെ മുറുകെ പിടിച്ച് ആത്മാവിൽ ബലപ്പെട്ട് ജീവിക്കാനുള്ള ഒരാഹ്വാനമാണ് എനിക്ക് നൽകാനുള്ളത്. അതിനുള്ള ബലം, തിരിച്ചറിവ് ദൈവം നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അനുഗ്രഹീതമായ ഒരു സന്ദേശം നമുക്ക് ഇന്ന് ലഭിച്ചതുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ, അതുപോലെ സഹോദരനും ഞങ്ങളുടെ നന്ദി അറിയിക്കട്ടെ. വിജയകരമായ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയ ധാർമ്മികതയുടെ മർമ്മം, അതിൻ്റെ രഹസ്യം, അതാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. അത് നമ്മുടെ സ്വാഭാവികമായ ശക്തി കൊണ്ടോ കഴിവുകൊണ്ടോ ജ്ഞാനം കൊണ്ടോ സാധ്യമല്ല.
അത് ദൈവത്താലും ദൈവത്തിന്റെ കൃപയാലും ദൈവാത്മാവിന്റെ ശക്തിയാലുമാണ് നാം ഏറ്റവും ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിന്റെ ഉയർന്ന നിലവാരത്തിൽ ധാർമ്മിക നിലവാരം നമുക്ക് പാലിക്കണമെങ്കിൽ, ക്രിസ്തുവിന്റെ ആ ഉയർന്ന ജീവിതത്തിലേക്ക് നാം വരണമെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായം നമുക്ക് അനിവാര്യമാണ് എന്നുള്ളത് നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. നമ്മുടെ രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്വാഭാവികമായ ക്രിസ്തീയ ജീവിതം കൊണ്ടോ അത് അസാധ്യമാണ്. ദൈവത്തിന്റെ സഹായം നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അത് കൂടുതൽ ദൈവപരിജ്ഞാനത്തിൽ വളരുവാനും ആത്മീയ പ്രാഗൽഭ്യം പ്രാപിക്കുവാനും ആത്മാവിൽ പ്രാർത്ഥിക്കുവാനും ആത്മീയ കൂട്ടായ്മ ആചരിക്കുവാനും ഇതെല്ലാം ഈ വളർച്ചയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം.